സുഹൃത്തുക്കളെ, ട്രാവൽ വിഷൻ മീഡിയയുടെ മറ്റൊരു മനോഹര വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇപ്പോൾ ഉള്ളത് ഓച്ചിറ കരുനാഗപ്പള്ളിക്കടുത്തായിട്ടുള്ള വലിയഴീക്കൽ, ചെറിയഴീക്കൽ ബീച്ചുകളിലാണ്. ഈ അഴീക്കൽ ബീച്ച് മധ്യ തിരുവിതാംകൂറിലെ വളരെ പ്രസിദ്ധമായ ഒരു ബീച്ചാണ്. ഞായറാഴ്ചകളിലും അവധി ദിവസങ്ങളിലുമൊക്കെ ധാരാളം ലോക്കൽ ടൂറിസ്റ്റുകൾ ഒത്തുകൂടുന്ന ഒരു മനോഹരമായ സ്ഥലമാണ് ഈ അഴീക്കൽ ബീച്ച്. ഇപ്പോൾ കടലങ്ങ് ഇറങ്ങി നിൽക്കുന്നതിനാൽ സന്ദർശകർക്ക് വന്ന് കടൽ ആസ്വദിക്കുന്നതിനും മറ്റും വളരെ മതിയായ സൗകര്യമുള്ള ഒരു ബീച്ചാണ് ഈ അഴീക്കൽ ബീച്ച്. ഇപ്പോൾ ഇവിടെ കുതിര സവാരി, ഒട്ടക സവാരി, അതുപോലെ തന്നെ ഇത് നമ്മുടെ ട്രക്ക് സവാരി, അങ്ങനെ ഒരുപാട് റൈഡുകൾ ഇവിടെ സന്ദർശകർക്കായി ഏർപ്പെടുത്തിയിട്ടുണ്ട്. ധാരാളം ലോക്കൽ ടൂറിസ്റ്റുകൾ ഈ സൗകര്യങ്ങളൊക്കെ ആസ്വദിച്ച് ഈ അഴീക്കൽ ബീച്ചിൻ്റെ മനോഹാരിതയിൽ ലയിച്ച് ഇങ്ങനെ തിരകളുടെ സൗന്ദര്യം നോക്കി നിൽപ്പുണ്ട്. പാനിപൂരി, അതുപോലെ തന്നെ ചായ, മറ്റ് പ്രത്യേകതരം ഡിഷസ് എന്നിവ സന്ദർശകർക്കായി ഈ ബീച്ച് സൈഡിൽ തന്നെ ഒരുക്കിയിട്ടുണ്ട്. ഐസ്ക്രീമുകൾ, അതുപോലെ തന്നെ ചെറുകടി, പിന്നെ ടീ, അതുപോലെ എല്ലാ സൗകര്യവും ഫാമിലിയായിട്ട് വരുന്നവർക്ക് ആസ്വദിക്കാൻ പറ്റിയ എല്ലാ സൗകര്യവും ഈ ബീച്ചിൽ ലഭ്യമാണ്. കടലിങ്ങനെ ഒരു കള്ളക്കടൽ പ്രതിഭാസം നടക്കുന്ന സമയമായതിനാൽ കടൽ ശാന്തമാണെന്ന് തോന്നും. പക്ഷേ ഇടയ്ക്ക് കൂട്ടൻ തിരമാലകൾ വന്ന് ഇങ്ങനെ തീരത്തേക്ക് അടിച്ച് കയറുകയാണ്. ധാരാളം കുടുംബങ്ങൾ, കൊച്ചുകുട്ടികൾ സഹിതം വന്ന് ഈ തിരയുടെ പതയിൽ ഉന്മാദമായി നൃത്തം വയ്ക്കുന്ന മനോഹരമായ കാഴ്ചകളാണ് നമുക്കിവിടെ കാണാൻ കഴിഞ്ഞത്. തീർത്തും ഈ തിരകളിൽ ആർത്തുല്ലസിക്കുന്നവരോട് ആനന്ദ നൃത്തം കണ്ട് ഒരുപാട് നേരം കടൽക്കാറ്റേറ്റുകൊണ്ട് ഈ തിരയുടെ മനോഹര നൃത്തം ആസ്വദിച്ചുകൊണ്ട് ഇവിടെ ചിലവഴിക്കാൻ സാധിച്ചു. തീർച്ചയായിട്ടും നമ്മൾ മധ്യ തിരുവിതാംകൂറിൽ ഉള്ളവർക്ക് കുടുംബത്തോടൊപ്പം വന്ന് അവധി ദിവസങ്ങൾ അടിച്ചു പൊളിക്കാൻ പറ്റുന്ന ഒരു മനോഹരമായ സ്ഥലമാണ് ഈ അഴീക്കൽ ബീച്ച്. ഈ അഴീക്കൽ ബീച്ചിലേക്ക് കായംകുളത്ത് നിന്നും, ഓച്ചിറ നിന്നും, അതുപോലെ കരുനാഗപ്പള്ളിയിൽ നിന്നും നമുക്ക് വാഹന സൗകര്യം ലഭ്യമാണ്. സ്വന്തം വാഹനത്തിൽ വരികയാണെങ്കിൽ കായംകുളം പുല്ലുകുളങ്ങര വഴിയും ഓച്ചിറ അമ്പലത്തിൻ്റെ സൈഡിലൂടെയുള്ള ആയിരന്തെങ്ങിലേക്കുള്ള റൂട്ട് വഴിയും, അതുപോലെ തന്നെ കരുനാഗപ്പള്ളി ജംഗ്ഷനിൽ നിന്നും പടിഞ്ഞാറ് വശത്തേക്ക് മാതാ അമൃതാനന്ദമയി മഠത്തിൻ്റെ മുന്നിലൂടെ ചെറിയഴീക്കൽ ഭാഗത്തൂടെ ബീച്ച് സൈഡിലൂടെ മനോഹരമായ ഒരു ഡ്രൈവിംഗ് ആസ്വദിച്ചുകൊണ്ട് കടൽ തീരത്തോടെ കടൽക്കാറ്റേറ്റുകൊണ്ട് നമുക്ക് ഈ അഴീക്കൽ ബീച്ചിലേക്ക് എത്തിച്ചേരാവുന്നതാണ്. ഇവിടെ എത്തിയാൽ ഇവിടെ നിന്ന് പോകാൻ കഴിയാത്ത രീതിയിലുള്ള മനോഹര ദൃശ്യങ്ങളാണ് പ്രകൃതി ഒരുക്കി വച്ചിരിക്കുന്നത്. നമുക്കിവിടെ സമയം ചിലവഴിക്കാനും, അതുപോലെ ചായ, മറ്റേ ലഘു ഭക്ഷണം മുതലായവ, ഐസ്ക്രീം, മറ്റ് പാനിപൂരി, അങ്ങനെ ധാരാളം ലോക്കൽ വിഭവങ്ങൾ ടൂറിസ്റ്റുകൾക്കായി ഈ കടലിൻ്റെ സൈഡിൽ തന്നെ ഒരുക്കി വച്ചിട്ടുണ്ട്. വളരെ ഹൃദയം കവരുന്ന കാഴ്ചകളാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. കടലിങ്ങനെ തിരകടിച്ച് നിറഞ്ഞു പൊന്തി നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ ആവാഹിച്ച് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഈ അവസരത്തിലാണ് ഇവയെ ആസ്വദിക്കാൻ വേണ്ടി അപ്രതീക്ഷിതമായി മറ്റൊരു റൂട്ടിലേക്ക് പോയ എനിക്ക് ഇവിടെ എത്തിച്ചേരാൻ കഴിഞ്ഞു. പിഞ്ചു ഹൃദയങ്ങളും മുതിർന്നവരും അതുപോലെ തന്നെ പ്രായമായവരും യുവാക്കളും എല്ലാം ഈ തിരകളിൽ അമോഘ നൃത്തമാടുന്ന മനോഹര കാഴ്ചകളാണ്
ഇവിടെ കാണാൻ സാധിച്ചത്. ഈ കാഴ്ചകളിലേക്ക് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് കൃത്യമായ സ്വാഗതം. അഴീക്കൽ ബീച്ചിലെത്തുന്ന സന്ദർശകർക്കായി സ്പീഡ് ബോട്ട് സവാരി, കുതിര സവാരി, ഒട്ടക സവാരി, അതുപോലെ തന്നെ ട്രക്ക് സവാരി, പിന്നെ അനേകതരം ലോക്കൽ വിഭവങ്ങൾ, പാനിപൂരി ഉൾപ്പെടെയുള്ള, അതുപോലെ തന്നെ നമ്മുടെ സ്വാദിഷ്ടമായ വിഭവങ്ങൾ ഉൾപ്പെടെ ഇവിടെ ഈ കടലിൻ്റെ സൈഡിൽ നമുക്കായി ഒരുക്കി വച്ചിരുന്നു. വരൂ, കുടുംബസമേതം ഈ മനോഹര തീരത്തേക്ക് ആർത്തുല്ലസിക്കാം, ആസ്വദിക്കാം, ഒരു ദിവസം അന്വർത്ഥമാക്കാം. ഈ കടലിൻ്റെ അകത്തേക്ക് 1/2 കിലോമീറ്ററും നീളത്തിലുള്ള പുലിമുട്ടിലൂടെ നടന്നു ചെന്ന് അവിടെ ഡോൾഫിൻ ചാടുന്നത് നേരിട്ട് കണ്ട് ആസ്വദിക്കാം. അടുത്തുള്ള മനോഹരമായ മഴവിൽ പാലത്തിൽ കയറി നിന്ന് ഈ അഴീക്കൽ കടലിലേക്ക് വന്നെത്തുന്ന കായലിൻ്റെ ഭംഗി ആസ്വദിക്കാം. അതുപോലെ തന്നെ വലിയഴീക്കൽ ഭാഗത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ മനോഹരമായ ലൈറ്റ് ഹൗസുണ്ട്. ഈ ലൈറ്റ് ഹൗസിൻ്റെ മുകളിൽ കയറി നിന്നിട്ട് ഈ ബീച്ചിൻ്റെ മനോഹാരിത നമ്മുടെ മതിയാവോളം നമുക്ക് ആസ്വദിക്കാം. കൊച്ചു കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ ആടിത്തിമർക്കുന്ന മനോഹരമായ കാഴ്ചകളാണ് എങ്ങും ദൃശ്യമായത്. കുഞ്ഞു മനസ്സുകളുടെ താളത്തിന് അനുസൃതമായി കടലിങ്ങനെ ആനന്ദ നൃത്തമാടുന്ന കാഴ്ചകളാണ് ഇവിടെ കാണാൻ സാധിച്ചത്. അഴീക്കൽ ബീച്ച് നമ്മുടെ മധ്യ കേരളത്തിലെ ഏറ്റവും മനോഹരമായ, അതുപോലെ സന്ദർശകർക്ക് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ബീച്ചാണ്. നമുക്ക് ഇറങ്ങി നിന്ന് കടൽ തിരകളിൽ തൊട്ട് അമ്മാനമാടി ആസ്വദിക്കാനുള്ള വളരെ മനോഹരമായ ഒരവസരമാണ് ഇപ്പോൾ ഉള്ളത്. വരൂ, എല്ലാവരും ഈ അഴീക്കൽ ബീച്ചിൻ്റെ മനോഹാരിതയിലേക്ക് കുടുംബസമേതം എത്തിച്ചേരും എന്ന് മാത്രമേ പറയാനുള്ളൂ. എങ്ങും എവിടെയും സന്തോഷ നിമിഷങ്ങൾ മാത്രം. മനസ്സുകൾ ഇങ്ങനെ ആഹ്ലാദിച്ച് ആർത്തുല്ലസിക്കുന്ന കാഴ്ചകൾ മാത്രം. ഇത് ഈ അഴീക്കൽ ബീച്ചിലല്ലാതെ മറ്റൊരു ബീച്ചിലും നമുക്ക് കാണാൻ സാധിക്കില്ല. ഇങ്ങനെ ആകാശവും കടലും ഒത്തുചേർന്ന് പ്രകൃതിയോട് ഇണങ്ങിക്കിടക്കുന്ന ഈ മനോഹര തീരം ഇതൊരു റൈഡ് പോയിക്കൊണ്ടിരിക്കുകയാണ്. മഴവിൽ പാലത്തിൻ്റെയും ഈ കടൽ തീരത്തിൻ്റെ മണൽത്തരികളിലൂടെയും മനോഹരമായി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു റൈഡാണ് കാണുന്നത്. ഇവിടെ എല്ലാം ഐസ്ക്രീം വണ്ടികൾ, പാനിപൂരി, അതുപോലെ ചെറുവിഭവങ്ങൾ വെക്കുന്ന കച്ചവടക്കാർ എല്ലാം ഉണ്ട്. ഇതെല്ലാം നമുക്കിവിടെ കസേരയിലിരുന്ന് കടൽക്കാറ്റേറ്റുകൊണ്ട് ഈ കടലിൻ്റെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് നമുക്ക് ആർത്തുല്ലസിച്ച് ഇവിടെ ഇരിക്കാം. ഒരു ദിവസം ഉച്ച കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ വെയിൽ കുറവാണ്. ഇവിടെ വന്ന് കുടുംബസമേതം നമുക്ക് ഈ വിധം ആസ്വദിക്കാം. കടലിൻ്റെ സൗന്ദര്യം ഇതുപോലെ വാരിക്കോരി നൽകിയിട്ടുള്ള ഒരു ബീച്ച് ഇല്ലെന്ന് തന്നെ പറയാം. കടലിൻ്റെ അകത്തേക്ക് ഏതാണ്ട് 1/2 കിലോമീറ്ററോളം നീളുന്ന പുലിമുട്ട് നിർമ്മിച്ചിട്ടുണ്ട്. ആ പുലിമുട്ടിൻ്റെ സൈഡിലുള്ള കായലിലൂടെ ഫിഷിംഗ് ഹാർബറിലേക്ക് പോകുന്ന ഒരു മത്സ്യബന്ധന ബോട്ടിൻ്റെ ദൃശ്യങ്ങളാണ് ഇവിടെ കാണുന്നത്. ഈ ബോട്ട് മനോഹരമായ ആ ലൈറ്റ് ഹൗസും അതുപോലെ തന്നെ വലിയഴീക്കൽ ബീച്ചുമായിട്ട് ബന്ധപ്പെടുത്തുന്ന മഴവിൽ പാലവും കടന്ന് അതിനപ്പുറത്തേക്കുള്ള ഫിഷിംഗ് ഹാർബറിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ധാരാളം മത്സ്യങ്ങളൊക്കെ വാങ്ങിക്കാം. പോകുന്ന മനോഹരമായ കാഴ്ചകളാണ്. ഇതാ ഒരു ബോട്ട്,
ടൂറിസ്റ്റുകളെയും കൊണ്ട് ഇങ്ങനെ കായലിലൂടെ ചീറിപ്പാഞ്ഞ് പോകുന്നത് കാണാം. ബോട്ട് സർവീസും അതിന് അപ്പുറത്ത് തന്നെ ഉണ്ട്. അവിടെ നമുക്ക് തുകയടച്ച് ഈ മനോഹരമായ കായലിലൂടെ ഒരു ബോട്ട് സവാരി നടത്താം. ഈ മഴവിൽ പാലത്തിന് അടിയിലൂടെ ഈ അഴീക്കൽ ബീച്ചിൽ ആ മത്സ്യബന്ധന ബോട്ട് പോകുന്ന മനോഹര കാഴ്ചകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പലപ്പോഴും അഴീക്കൽ ബീച്ചിൽ എത്തിയിട്ടുണ്ടെങ്കിലും ഇത്ര മനോഹരമായ ദൃശ്യങ്ങൾ ലഭ്യമാകുന്നത് ഇപ്പോഴാണ്. വളരെ മനോഹര കാഴ്ചയാണ്. ഈ PWD നിർമ്മിച്ച വളരെ അതിമനോഹരമായ ഒരു പാലമാണ്. ഈ പാലത്തിലുള്ള ഒരു സവാരിയും ഇവിടെ വരുന്ന ടൂറിസ്റ്റുകൾക്ക് ഒരു പ്രധാന ഘടകമാണ്. ബോട്ടിങ്ങിന് അതിന് പുറകിൽ ബോട്ടിങ്ങിന് ചീറിപ്പാഞ്ഞു പോകുന്നത് കാണാം. അങ്ങാകലെ വലിയഴീക്കലിൽ ലൈറ്റ് ഹൗസ് തലയോർത്തി നിൽക്കുന്നു. അവിടെ നിന്നും തിരികെ എത്തിയാൽ ഇവിടെ ഈ പുലിമുട്ടിൽ ധാരാളം ടൂറിസ്റ്റുകൾ ഇങ്ങനെ കാഴ്ചകൾ ആസ്വദിച്ചുകൊണ്ട് വെയിലിനെ പോലും വകവയ്ക്കാതെ ഇളം കടൽക്കാറ്റേറ്റുകൊണ്ട് ഇങ്ങനെ സന്തോഷപരമായി നിൽക്കുന്ന മനോഹര കാഴ്ചകളാണ്. അതവിടെ ശരിയായിട്ട് അതിനോട് ഒട്ടകത്തിൻ്റെയും കുതിരകളുടെയും ദൃശ്യങ്ങൾ കാണാം. ധാരാളം ലോക്കൽ ടൂറിസ്റ്റുകൾ ഇങ്ങനെ വന്ന് ഈ ഇവിടെയുള്ള വിഭവങ്ങളെല്ലാം ആസ്വദിച്ച് ഇങ്ങനെ കടലിൻ്റെ സൗന്ദര്യം നുകർന്നുകൊണ്ട് കുതിര സവാരി ചെയ്തുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്ന കാഴ്ചകൾ നമുക്കേവർക്കും സന്തോഷം നൽകുന്ന ഒന്നാണ്. തിരയാണെങ്കിൽ ഇതൊന്നും കൂട്ടാക്കാതെ ഇങ്ങനെ കരയിലേക്ക് ആർത്തുല്ലസിച്ച് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ കരയിലെ സന്തോഷ നിമിഷങ്ങൾ ആസ്വദിക്കാൻ എത്തുന്നത് പോലെ ആ തിരകൾ ഇങ്ങനെ കിലോമീറ്ററോളം ദൂരത്തിൽ ഇങ്ങനെ ഈ അഴീക്കൽ ബീച്ചിലെ ജനങ്ങളുടെ നന്മ മനസ്സുകൾ കാണുന്നതിനായി ഇവിടുത്തെ ടൂറിസ്റ്റ് ജീവിതം ആസ്വദിക്കുന്നതിനായി നമ്മളോടൊപ്പം തന്നെ ആ തിരകളും വന്നു ചേരുന്നതാണോ എന്ന് നമുക്ക് ചിലപ്പോൾ സംശയം തോന്നും. എന്ന തരത്തിൽ ഒരു മനോഹരമായ ചിത്രം പോലെ ദൂരക്കാഴ്ചയിൽ അഴീക്കൽ ബീച്ചിൻ്റെ ദൃശ്യങ്ങൾ നമ്മുടെ മനസ്സിനെ കഥാ ആകർഷിച്ചുകൊണ്ടേയിരിക്കും. കുടുംബസമേതം എത്തിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു ദിവസം അന്വർത്ഥമാക്കുന്ന കാഴ്ചകളാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഞാനൊരു 4 മണി സമയത്താണ് പോയത്. കുറച്ചുകൂടെ കഴിഞ്ഞാൽ ഇവിടെ വൻ ജനത്തിരക്കായിരിക്കും. അപ്പോഴേക്കും മൊബൈലിലെ ചാർജ് തീർന്നതിനാൽ പുതിയ ദൃശ്യങ്ങൾ പകർത്താൻ സാധിക്കില്ല. സുഹൃത്തുക്കളെ, ഇവിടെ കായലിൽ ചൂണ്ടയിട്ടുകൊണ്ട് നിൽക്കുന്ന ഒരാളെ കാണാം. ഇവിടെ ആസ്വാദനം പല രീതിയിലാണ്. ചൂണ്ടയിടുന്നവർക്ക് ചൂണ്ടയിടാം, ബോട്ടിൽ യാത്ര ചെയ്യുന്നവർക്ക് ബോട്ടിൽ യാത്ര ചെയ്യാം, മഴവിൽ പാലം ആസ്വദിക്കുന്നവർക്ക് മഴവിൽ പാലം ആസ്വദിക്കാം. അതൊന്നുമില്ലെങ്കിൽ ഈ പുലിമുട്ടിലൂടെ വെറുതെ നടന്ന് കടൽക്കാറ്റേറ്റ് ഇങ്ങനെ ദൃശ്യഭംഗിയിൽ ലയിച്ച് നമുക്ക് ആ പുലിമുട്ടിൽ തന്നെ ഇരുന്ന് കുറേ സമയം കടലിൻ്റെ സംഗീതം ആസ്വദിക്കാം. ഈ പുലിമുട്ടിലൂടെ നടന്ന് അങ്ങേ അറ്റത്തെത്തുമ്പോൾ നേരത്തെ ഡോൾഫിൻ ചാടുന്നത് കാണാമായിരുന്നു. ഇപ്പോൾ ഇവിടെ ട്രൈപോഡ് കൊണ്ടുവന്ന് നിറച്ച് ആ കാഴ്ചകളൊക്കെ മറച്ച കാഴ്ചകളാണ് നമുക്ക് കേദാർപൂർവം കാണാൻ കഴിയുന്നത്. ഇവിടെ കയറിയിരുന്ന് ഈ കടൽക്കാറ്റേക്കാൻ വേണ്ടി ഉള്ള സംവിധാനം ചെയ്തിട്ടുണ്ട്. എന്നാൽ 4 വശത്തും ഈ ട്രൈപോഡ് കൊണ്ട് മറച്ചതിനാൽ കാഴ്ചകൾക്ക് അല്പം കുറവ് വന്നിട്ടുണ്ടോ എന്ന കാര്യത്തിൽ എനിക്കും അല്പം സംശയമുണ്ട്. ഇവിടെ നിൽക്കുമ്പോൾ തന്നെ അങ്ങകലെ മഴവിൽ പാലം, അതുപോലെ തന്നെ പുലിമുട്ടിലൂടെ നടന്നു വരുന്ന ലോക്കൽ ടൂറിസ്റ്റുകൾ, ഇതിനിടയിലെല്ലാം ധാരാളം ആൾക്കാർ വന്ന് ഇങ്ങനെ കടലിൻ്റെ സൗന്ദര്യം നുകർന്നുകൊണ്ട് ഇവിടെ ഏകാന്തമായിട്ട് ഇരിക്കുന്നതും ചൂണ്ടയിടുന്നതും മറ്റും നമുക്ക് കാണാം. ഒരു വശത്ത് കടലിങ്ങനെ തിരയടിച്ച് ഈ പുലിമുട്ടിലേക്ക് അടിച്ച് കയറുമ്പോൾ മറുവശത്ത് ശാന്തമാണ്. മറുവശം കായലിൻ്റെ ഭാഗമാണ്. അവിടെ ചൂണ്ടയിടുന്ന ധാരാളം ആൾക്കാരെ നമുക്ക് കാണാം. ഇവിടെ നിന്ന് നോക്കുമ്പോൾ ആ ബീച്ചിൻ്റെ മനോഹര ദൃശ്യം, കടലിലേക്ക് ഇറങ്ങി ആനന്ദ നൃത്തമാടുന്ന ടൂറിസ്റ്റുകളും കൊച്ചു കുഞ്ഞുങ്ങളും, അങ്ങനെ അവിടുത്തെ കടകളും മറ്റ് എല്ലാ സൗകര്യങ്ങളും നമുക്ക് കാണാം. കള്ളക്കടൽ പ്രതിഭാസം നടക്കുന്ന ഒരു സമയമായതിനാൽ
ചിലപ്പോൾ കടൽ ശാന്തമായിട്ട് തോന്നും, എന്നാൽ പൊടുന്നനെ ഈ കടലിങ്ങനെ മാരകമായി തിരകളോടെ അടിച്ച് കരയിലേക്ക് കയറുന്ന ഭീകരമായ കാഴ്ചകളും നമുക്ക് കാണാം. പക്ഷേ ഈ കടൽ ഭാഗത്ത് എന്തോ അറിയില്ല, ഇവിടെ തിരകൾ അത്ര വലിയ ശല്യമില്ല. കുറച്ച് ഉള്ളിലോട്ട് കയറിയെങ്കിലും വളരെ ശാന്തമായി എത്തി ഇവിടെ നിൽക്കുന്ന ടൂറിസ്റ്റുകളെ മുത്തമിട്ടുകൊണ്ട് തിരികെ ശാന്തമായി പോകുന്ന മനോഹരമായ കാഴ്ചകളാണ് സുഹൃത്തുക്കളെ നമുക്കിവിടെ കാണാൻ സാധിച്ചത്. നമ്മുടെ അടുത്തുള്ള എത്ര പ്രാവശ്യം വന്ന് കണ്ടാലും മതി വരാത്ത കടലിൻ്റെ മനോഹര ദൃശ്യങ്ങളാണ് നമുക്ക് ഈ അഴീക്കൽ ബീച്ചിൽ കാണാൻ സാധിക്കുന്നത്. എത്ര പ്രാവശ്യം ക്യാമറ വെച്ച് ഒപ്പിയെടുത്താലും വീണ്ടും മതിവരാതെ നമ്മൾ വീണ്ടും വീണ്ടും ഈ ചിത്രങ്ങൾ പകർത്തുന്ന അത്രയ്ക്ക് വശ്യമായ കാഴ്ചകളാണ്. പതച്ച് പൊന്തി നീല ജലാശയത്തിൽ നിന്നും വെള്ള പതകളോട് കരയിലേക്ക് കുതിച്ചു പായുന്ന ഈ മനോഹര ദൃശ്യങ്ങൾ ഇവിടെയല്ലാതെ മറ്റെവിടെ നമുക്ക് കാണാൻ സാധിക്കും? അത്രയ്ക്ക് വശ്യമാർന്ന ഒരനുഭവമായിരുന്നു ഇന്നത്തെ അഴീക്കൽ ബീച്ചിലെ സന്ദർശനം. പറഞ്ഞാലും കണ്ടാലും മതിവരാത്ത ദൃശ്യഭംഗി. അവിടെ നിൽക്കുന്ന ആൾക്കാരെ വന്ന് തൊട്ടുരുവി ശാന്തമായി തിരിച്ചു പോകുന്ന തിരകൾ. ഈ കള്ളക്കടൽ പ്രതിഭാസത്തിന് ഇടയിലും ഈ ബീച്ചിൻ്റെ അങ്ങകലെ ഒരു ഭാഗത്ത് തന്നെ ആകാശമൂട്ട തിരകൾ ഉയരുമ്പോഴും ഈ അഴീക്കൽ ബീച്ച് നമ്മളെ മനോഹരമായി മാടി വിളിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇതാ കടലിനോട് ചേർന്നുള്ള കായൽ ഭാഗങ്ങളാണ്. ഇവിടെ മഴവിൽ പാലവും